നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധരും നിത്യനും നീതിമാനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ജ്ഞാനമായ, ഞങ്ങളുടെ നീതീകരണമായി, ഞങ്ങളുടെ രക്ഷയായി, ഞങ്ങളുടെ വീണ്ടെടുപ്പായി, ഞങ്ങളുടെ സ്നേഹിതനായി, സ്വർഗത്തിലും ഭൂമിയിലും എന്തിനേയും എന്തു ചെയ്യുവാൻ അധികാരമുള്ളവനായി, നിന്റെ വിശ്വസ്തത ഞങ്ങൾക്ക് പരിചയം പലകായിക്കൊണ്ട് നീ ഞങ്ങൾ സ്നേഹിക്കുന്ന സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. ശത്രു മുമ്പാകെ മേശയൊരുക്കുന്ന നിന്റെ ജ്ഞാനത്തിനും ശക്തിക്കുമായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കൂട്ടിവരുത്തി ജനത്തിനായി സ്തോത്രം. നീയും കർത്താവ് നിന്റെ ശരീരമാണ് ഞങ്ങളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുവാൻ തക്ക വേണം. കർത്താവ് ഞങ്ങൾക്കായി ഒരുക്കിയ നല്ല സാഹചര്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ സകലവും നിയന്ത്രിക്കത്തക്ക വേണം ഞങ്ങളെയും കർത്താവ് കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ ശബ്ദം കടന്നു വരുന്ന ഓരോ വ്യക്തികളെ, അവരായിരിക്കുന്ന പരിസരങ്ങളെ, ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെ, ഈ ദേശത്തെ പരിസരങ്ങളെ നിന്റെ പ്രായശ്ചിത്ത രക്തം ഹേതുവായിട്ട് ഞങ്ങൾ സാങ്ക്ടിഫൈ ചെയ്യുകയാണ്. സ്വർഗീയ ദൂതന്മാരുടെ കാവലും പരിപാലനത്തിനുമായി സ്തോത്രം. ആത്മീയ ചെവികളെ, കണ്ണുകളെ കർത്താവ് തുറന്നാട്ടെ, ഹൃദയങ്ങളെ കർത്താവ് നീടപ്പെട്ടാട്ടെ, നീ തന്നെ സംസാരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവയുടെ ശബ്ദം വനത്തെ തോലുരിക്കുമാറാക്കുന്ന, യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ശബ്ദം ഇന്നിവിടെ മുഴങ്ങുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തെ ഉയർത്തുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠമായ നാമത്തിൽ വീണ്ടും ഒരിക്കൽ കൂടെ ദൈവവചനവുമായിട്ട് നമുക്ക് കടന്നു വരാൻ ദൈവമായ കർത്താവ് നൽകിയ സാഹചര്യത്തെ ഓർത്തുകൊണ്ട് നന്ദി അറിഞ്ഞ ഹൃദയത്തോടെ ആയിരിക്കാം, പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് കഴിഞ്ഞ ദിവസം ചിന്തിച്ച ഭാഗങ്ങളെ അല്പമായിട്ടൊന്ന് ജസ്റ്റ് ഒരു റിവിഷന് വേണ്ടിയിട്ട് കടന്നു പോകാം. നമ്മൾ ചിന്തിക്കുന്ന വിഷയം എഫേസ് ലേഖനത്തെയും കൊളോസ്യസ് ലേഖനത്തെയും ആസ്പദമാക്കിക്കൊണ്ട് ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവും സ്വർഗത്തിലും ഭൂമിയിൽ സകല അധികാരമുള്ളവനായി മഹിമയുടെ വലത്തുഭാഗത്ത് വാഴുന്നവനായ ക്രിസ്തുവും. ഞാൻ ഈ കാര്യം പറയാൻ കാരണം പലവരുടെയും ചിന്തയിൽ, ഇപ്പോൾ ശബ്ദം ലൈവായിട്ട് കേൾക്കുന്നവരെയല്ല, പലവരുടെയും ചിന്തയിൽ ഒരു ഹിസ്റ്റോറിക്കൽ നോളജിൽ കൂടെ ഈ ഭൂമിയിൽ ഒരു ക്രിസ്തു കാലത്തായിരുന്ന യേശുവിൻ്റെ ഒരു രൂപമാണ് ഹൃദയത്തിലുള്ളത്, അല്ലെങ്കിൽ അവൻ്റെ പ്രവൃത്തികളാണ് ഹൃദയത്തിലുള്ളത്. അതൊരു അല്പസമയത്തേക്ക് എടുത്തൊരു ടെമ്പററി പൊസിഷൻ മാത്രമാണ്. പ്രായശ്ചിത്തമായി തീരുവാൻ തക്കവണ്ണം ദൈവനീതി മാനവജാതിയുടെ മേൽ വിധിച്ചതായ ആ നിത്യമായ മരണം എന്ന ശിക്ഷയെ തന്നിൽ സ്വയമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് പകരക്കാരനായ ശിക്ഷ അനുഭവിക്കത്തക്കവണ്ണം അല്പസമയത്തേക്ക് ഒരുക്കിയ ഒരവസ്ഥ മാത്രമാണ്. എന്നാൽ ഉയർത്തെഴുന്നേറ്റതിൻ്റെ ശേഷമുള്ള ആ തേജസ്വീകരണം നടന്നതിന് ശേഷം, സ്വർഗാരോഹണം നടന്നതിന് ശേഷമുള്ള അവൻ്റെ അവസ്ഥ അതൊന്നുമല്ല. ഹല്ലേലൂയ. ഓരോബിൽ കണ്ടതിനേക്കാളും ശ്രേഷ്ഠമായ അവസ്ഥയാണ്. ഓരോബിൽ വെളിപ്പെടുമ്പോൾ ഒരല്പമായിട്ടേ വെളിപ്പെട്ടുള്ളൂ, ഒരല്പമായിട്ട് തൻ്റെ തേജസ്സിനെ വെളിപ്പെടുത്തിയുള്ളൂ. അവിടെ പർവ്വതം കുലുങ്ങി. ഹല്ലേലൂയ. കാഹളനകത്ത് ശബ്ദം കേട്ട് വിറച്ചുപോയി ജനം. വിറച്ചുകൊണ്ട് പറഞ്ഞു, ഈ ദൈവം ഞങ്ങളോട് സംസാരിക്കേണ്ട, അവൻ ഞങ്ങളോട് സംസാരിച്ചാൽ മരിച്ചു. മോശെ നീ സംസാരിച്ചാൽ അവൻ എന്തു പറഞ്ഞാലും ഞങ്ങൾ അനുസരിച്ചു കൊള്ളാം. അതേ ദൈവം തന്നെയാണ് നമ്മെപ്പോലെയുള്ള പാപശരീരത്തിന് സദൃശ്യമായ ഒരു ശരീരം എടുത്തുകൊണ്ട് നമ്മെപ്പോലെ പ്രാണനും ആത്മാവിനും വ്യക്തിപരമായിട്ട് ചിന്തിച്ചു നോക്കണം. എന്നെ പോലെ എൻ്റെ പാപഹേതു, എൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് ഞാരെങ്കിലും പാപമില്ലെന്ന് തോന്നി കഴിഞ്ഞാൽ ഫൂളിഷ്നെസ്. നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ ആരെയെ സ്നേഹിക്കുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്. ഓരോരുത്തരുടെ സോളിൽ അറിയാം. ബൈ നേച്ചർ വിത്തൗട്ട് ക്രൈസ്റ്റ് വി കാനോട്ട് പ്രൊഡ്യൂസ് എനിത്തിങ് ഗുഡ്. നമ്മുടെ നേച്ചർ ആദാം സിൻ ചെയ്തപ്പോൾ ആ പാപം നമ്മളിൽ കടന്നു. അവൻ്റെ തലമുറയാണ് നമ്മൾ. മെറ്റീരിയലായിട്ട് നമ്മുടെ തല സ്തോത്രം ആദാമാണ്. സ്പിരിച്വലായിട്ട് ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ അവൻ നമ്മുടെ തലയാകും. ഇതാണ് നമ്മളൊരു മതപരിവർത്തനമല്ല നടത്തുന്നത്. ഒരു സോളിൻ്റെ അടിമത്വത്തിൽ നിന്ന് അതിനെ വിടിവെച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയിൽ ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് നിരപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ ശുശ്രൂഷയാണ് കർത്താവ് തന്നിരിക്കുന്നത്. സ്തോത്രം. അങ്ങനെ ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു സ്വർഗത്തിലും ഭൂമിയിൽ സകല അധികാരമുള്ള തന്നെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ, ഭരണകൂടങ്ങളെ മാറ്റാം, പ്രകൃതിയെ മാറ്റാം, എന്തും ചെയ്യാം. തന്നിൽ വിശ്വസിക്കുന്ന ഒരു പൈതലിനെ തന്നോട് സദൃശ്യമാരാക്കി തീർക്കത്തക്കവണ്ണം എന്തും ചെയ്യാൻ. And it is his duty. അവൻ്റെ ഡ്യൂട്ടി, അവൻ്റെ മേലുള്ള അഭിഷേകത്തിൻ്റെ അർത്ഥം അതാണ്. താൻ വിശുദ്ധനായിരിക്കുന്ന പോലെ ഈ ഒരു കൂട്ടജനത്തെ വിശുദ്ധരാക്കിക്കൊണ്ട് ദൈവസന്നിധി സമർപ്പിക്കുക. അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. ജസ്റ്റ് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തു നോക്കുക.
പിന്നെ അറിയാം അവൻ്റെ ശക്തിയും മഹത്വം. പിന്നെ ഒക്കെ നമ്മുടെ ചില ഹ്യൂമൻ നേച്ചറുകൾ നമുക്കൊന്ന് മാറ്റിയെടുക്കാൻ ചില ഘട്ടത്തിൽ കൂടെ കടത്തി വേണ്ട ആവശ്യകതയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ കൂടാതെ ദൈവത്തെ കൂടാതെ സെൽഫായിട്ട് വാഴുവാൻ താല്പര്യമുള്ളവരാണ്. നമ്മളിൽ ഇൻബോൺ എന്ന് പറയാൻ വേണമെങ്കിൽ ആ നേച്ചർ മാറിയിട്ടില്ല. അതിന് സ്ലോവിൽ നമ്മൾ പരിശുദ്ധാത്മാവ് ഒരുക്കുന്ന സമയത്തിനനുസരിച്ച് നമുക്കത് വെളിപ്പെട്ട് കിട്ടുമ്പോൾ അതിന് ക്രൂശിച്ചിട്ട് കാൽക്കീഴാക്കി ക്രിസ്തു മാന്ത്രം ഉയർത്തുന്ന ക്രിസ്തുവിന്റെ പുനരുദ്ധാന ശക്തിയോടെ നമ്മൾ മുന്നേറണം. അതാണ് നാം സ്നാനത്തിൽ പറയുന്നത്. നമ്മുടെ പഴയ മനുഷ്യൻ മരിച്ചു. നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ആ ക്രിസ്തു ഉയർത്തെന്നിട്ട് ക്രിസ്തുവിനെയാണ് നാം കർത്താവായി സ്വീകരിക്കുന്നത്. നമ്മൾ റോമാലയത്തിൽ ചിന്തിച്ചു, ഉയർത്തെന്നിട്ട് വേറൊരുവനാകേണ്ടതിന്. നമ്മൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നു. നമുക്ക് നാം ഇച്ഛിക്കുന്ന നന്മയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നന്മയും തിരുമ്പി നമുക്ക് തിരിച്ചറിയാം, പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം പാപം നമ്മുടെ മേൽ കർത്തൃത്വം നടത്തുമായിരുന്നു. അതിന്റെ പരിഹാരകനാണ്, അതിന്റെ ശിക്ഷയാണ് ക്രൂശിൽ താൻ ഏറ്റെടുത്തത്. അതിന് വിശ്വസിക്കുന്നവരെ സൗജന്യമായി നീതീകരിക്കാൻ ദൈവം ഒരു ഓഫർ തന്നിരിക്കുകയാണ്. ഒന്നും കൊടുക്കണ്ട, ഒരു വിലയും ചെയ്യണ്ട. ദൈവം ഇങ്ങനെ ഒരു വീണ്ടെടുപ്പിന്റെ അവസരം ഒരുക്കി. പിതാവ് പുത്രൻ തമ്മിൽ ഒരു കോൺട്രാക്ട്, ഒരു കവനന്റ് ആണ്. പിതാവ് ആഗ്രഹിക്കുന്നത് വീണ്ടുപോയി ആദാമിന്റെ സന്തതികളിൽ നിന്ന് ഒരു കൂട്ടം ജനത്തെ വീണ്ടെടുത്ത് അതിനാവശ്യമായിട്ടുള്ള പ്രായശ്ചിത്തം നടത്തിയെടുത്ത് യോഗ്യമായ രീതിയിൽ ഡിവൈൻ ജസ്റ്റിസിന് സാറ്റിസ്ഫൈ ആവുന്ന വിധത്തിൽ ഒരു പ്രായശ്ചിത്തം നടത്തിയെടുത്ത്, ചെറിയ സംഭവമല്ല നമ്മൾ പ്രായശ്ചിത്തത്തെ കുറിച്ച് പഠിച്ചത്, അത് നടത്തിയെടുത്തത് അത് സക്സസ്ഫുൾ ആണ്, സാറ്റിസ്ഫൈഡ് ആണെന്ന് അറിയത്തക്കവണ്ണം ദൈവം അവനെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇനി അവന് മരണമില്ല. ഇനി സൈറ്റാനിക് കിങ്ഡത്തിൽ അവനെ വിശ്വസിക്കുന്ന യാതൊരുത്തിന്റെ മേലും ഒരു കർത്തൃത്വമില്ല. പക്ഷെ നമുക്ക് പോരാട്ടങ്ങളുണ്ട്, എന്നാൽ നമ്മളെ ഒക്യുപ്പൈ ചെയ്യാൻ അവകാശമില്ല. ഇതെല്ലാം വിശ്വസിക്കുന്നതിലുള്ള നാം ഒരു ബൈബിൾ വചനം പഠിച്ചല്ലോ. വിശ്വസിക്കുന്നതിലുള്ള സന്തോഷം സമാധാനം നമ്മളെ വർദ്ധിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ ദൈവ കുടുംബത്തിൽ ജനിച്ചവനാണ്. ഒക്കെ ട്രയൽസ് ഉണ്ടാകാം, പ്രശ്നം ഉണ്ടാവാം, പക്ഷേ എന്നെ കൈവിടാത്ത കർത്താവുണ്ട്. അവൻ എൻ്റെ വീണ്ടെടുപ്പുകാരനാണ്. അവനാണ് എൻ്റെ നീതീകരണം. He himself is my righteousness. ഇത് നമ്മൾ പറഞ്ഞ ഇതിനെതിരായിട്ട് ആരെ ചോദ്യം ചെയ്യാനുള്ളത്? ഏത് സൃഷ്ടിക്ക് സാധിക്കും? സൈറ്റാൻ നോക്കി വിറയ്ക്കും. ഇവൻ ഇത്രമാത്രം വിലമതിക്കപ്പെട്ടവനാണോ? വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലിനെ കുറിച്ച് സൈറ്റാനിക് കിങ്ഡം വിറക്കിയാണ് ചെയ്യുന്നത്. സൈറ്റാന്റെ കൂടെ 1/3 ഉള്ളൂ. കർത്താവിന്റെ കൂടെ 2 ദൂതഗണങ്ങളാണുള്ളത്. അതിൽ ഒരു ദൂതൻ മതി സൈറ്റാനിക് കിങ്ഡത്തെ തോൽപ്പിക്കാൻ. അത്ര ശക്തിയേറെ ദൂതന്മാരാണ് നാം രക്ഷിക്കപ്പെടുന്നത്. ദൈവ പൈതലിന് വേണ്ടി പ്രൊട്ടക്ഷൻ ഉള്ളത്, കാവൽക്കാരായിരിക്കുന്നത്, ഊണിലും ഉറക്കത്തെ നടത്തില്ല, എല്ലാത്തിലും. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ സ്വയത്തിൽ ചിന്തിച്ചു പോകുന്നത് കൊണ്ട് ദൈവപ്രവൃത്തി നമ്മൾ ഫുൾനെസ്സിൽ വരാൻ സാധിക്കുന്നില്ല. അത് നമ്മുടെ നേച്ചറാണ്. പക്ഷേ കൃപാലുവായ ദൈവം നമ്മൾ വീണ്ടും റീഇൻസ്റ്റേറ്റ് ചെയ്യാം. അപ്പം ആ ബന്ധത്തിൽ നമ്മൾ പഠിച്ച് വന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചതായിരുന്നു, കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചു വന്നത് എങ്ങനെയാണ് നമ്മൾ നിരപ്പിച്ചത്, ദൈവമായിട്ട് നിരപ്പിക്കുവാൻ ആവശ്യമായ പ്രായശ്ചിത്തം എങ്ങനെയാണ് നടന്നത്, എന്തുകൊണ്ടൊരു പ്രായശ്ചിത്തത്തിന് ആവശ്യകതയുണ്ട്. ഇത്രയും ദയാലുവായ ദൈവത്തിന് ഒരു പ്രായശ്ചിത്തം കൂടി പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് ഇത്രമാത്രം കഷ്ടപ്പാട് സഹിച്ച് ഇത്രയെല്ലാം കാര്യങ്ങൾ ചെയ്ത് ദൈവ സർവാധികാരിയല്ലോ. അവന് ചോദ്യം ചെയ്യാൻ ആരോ ഉള്ളത്? ദൈവത്തിന് ആദാമിന്റെ പാപം അങ്ങ് ക്ഷമിച്ചോ? വേറൊന്നും ചെയ്യാതെ യഥാസ്ഥാനപ്പെടുത്തിക്കൂടെയോ? ഇന്ന് പലരുടെ ചിന്താഗതി അതാണ്. ഡിവൈൻ ജസ്റ്റിസ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചാൽ അത് മാറ്റാൻ ദൈവത്തിന് സാധ്യമല്ല. ദൈവത്തിന്റെ സ്വേച്ഛാധികാരത്തിലല്ല ദൈവം ഭരണം നടത്തുന്നത്. അവന്റെ ഹൃദയത്തിൽ ഒരു ലോ ഉണ്ട്. അതേ ലോയാണ് നമ്മുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ തെറ്റിച്ചു. അതേ ലോ തന്നെയായിരുന്നു ആദാമിന്റെ ഹൃദയത്തിൽ എഴുതിയത്. അവനത് തെറ്റിച്ചപ്പോൾ നമ്മൾ അതിൽ പെട്ടുപോയി. അതിൽ നിന്ന് റീഇൻസ്റ്റേറ്റ് ചെയ്ത് നമ്മളെ ഹൃദയത്തിൽ ഒരു പുതിയ ഹൃദയം തന്നു, ഒരു പുതിയ മനുഷ്യനാക്കി. അതിനാണ് ഉയർത്തെന്നിട്ട് വേറൊരുവനാകേണ്ടെന്ന് പറയുന്നത്. അങ്ങനെ ക്രിസ്തു നമ്മളിൽ ഉരുവായി. പിന്നെ അവനാണ് നമ്മളെ സഹായിക്കുന്നത്. നമ്മുടെ സോളിനെ എടുത്തുകൊണ്ട് അവൻ നമുക്ക് ആവശ്യമായ ഇൻഡ്യൂഷൻസ് തന്ന് ഇന്നത് ചെയ്യുക ഇന്നത് ചെയ്യേണ്ട എന്ന് പറഞ്ഞ ആവശ്യമായ ഇൻഡ്യൂഷൻസ് തന്ന് നമ്മളെ നേരോടെ നടത്തി അവനെ പോലെ ആക്കി തീർക്കുന്ന അവന്റെ ഡ്യൂട്ടിയാണ് അവൻ ചെയ്യും. ഇത് വിശ്വസിച്ച് ഏറ്റെടുക്കുന്ന ക്രിസ്തുവിനെ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്ന എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളത്. അപ്പൊ പ്രായശ്ചിത്തത്തിന്റെ കാര്യം എങ്ങനെ യേശു ക്രിസ്തു ചെയ്തെടുത്തു. ഇനി ക്രിസ്തുവിന്റെ ഡ്യൂട്ടി എന്താണ്? അത് വിശ്വസിക്കുന്നവരുടെ ഡ്യൂട്ടി എന്താണ്? ഇത് ആർക്ക് വേണ്ടിയായിരുന്നു പ്രായശ്ചിത്തം? മനുഷ്യർക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ. ദൂതഗണങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം നടന്നിട്ടില്ല. ലൂസിഫർ സംഘവും തെറ്റ് ചെയ്തപ്പോൾ അവർക്ക് വേണ്ടി ഒരു പ്രായശ്ചിത്തം ഒരുക്കിയില്ല. പക്ഷെ മനുഷ്യൻ തെറ്റ് ചെയ്തപ്പോൾ മനുഷ്യൻ എത്രമാത്രം സ്നേഹിക്കുന്നവരായ ദൈവം നമുക്ക് ഓരോരുത്തർക്കും പറയാം, എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നവൻ.
എനിക്ക് വേണ്ടി പ്രാശ്ചിത്തമായി തീർന്നു. എന്നെപ്പോലെ രൂപമെടുത്തു, എന്നെപ്പോലുള്ള ശരീരം എടുത്തു, എന്നെപ്പോലുള്ള പ്രാണനും ആത്മാവെടുത്തു. എന്നാൽ പാപമൊഴിയ സകലത്തിനും എനിക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടു. ദൈവസന്നിധിയിൽ പ്രസാദകരമായ രീതിയിൽ പ്രാശ്ചിത്തമായി തീർന്നു. ആ സന്തോഷത്തിൽ എന്തുകൊണ്ട് നമുക്ക് അവരോട് ചേർന്നുകൂടാ? ആരെ നമ്മളെ എതിർക്കുന്നേ? ആരെ തടയാൻ വരുന്നത്? അതാ ഞാൻ പറഞ്ഞത്, വിശ്വസിക്കുന്നതിൽ നമുക്ക് സന്തോഷമുണ്ടാണ്. ക്രിസ്തു വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ ആശ്രയിക്കുക. ഉയർത്തെന്നിട്ട് ക്രിസ്തുവിൻ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ ഭൗതികമായ കാര്യങ്ങൾ മാത്രമല്ല, ഭൗതികമല്ല, ഫ്രീ ഗിഫ്റ്റാണ്, പീനട്സ്. പക്ഷെ അവനോട് സദൃശ്യന്മാരായി തീരുന്ന വിഷയത്തിലാണ് നമ്മളിലുള്ള ഈ എന്താ പറയുക ഹ്യൂമൻ നേച്ചർ ഉണ്ടല്ലോ, ഈ ഫ്ലഷ്, അത് പലപ്പോഴും സമ്മതിക്കില്ല, എതിർത്ത് നിൽക്കുന്ന സ്വഭാവം. അതിനെ ക്രൂശിച്ചിടാനുള്ള ശക്തി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അത് പറഞ്ഞ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായിട്ട്. അപ്പം പ്രത്യാശ കെട്ടുപോയത് പ്രത്യാശ വർദ്ധിക്കട്ടെ. ദൈവം തരാൻ റെഡിയാണ്. ലോർഡ്, എനിക്കത് സംഭവിച്ചപ്പോൾ ലോർഡ് മേക്ക് മീ ഹോപ്പ്ഫുൾ. എനിക്ക് പ്രത്യാശ വർദ്ധിപ്പിച്ചതാ. വിശ്വസിക്കാൻ സന്തോഷം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വിശ്വാസം, കർത്താവ് എനിക്ക് വിശ്വാസം സന്തോഷം നഷ്ടപ്പിച്ചതാ. റോമർ 15:13 ഞാൻ പറയുന്നത്. സ്തോത്രം. ഇനി ഇപ്രകാരം ഒരു പ്രാശ്ചിത്വം നടന്ന് മറുവില കൊടുത്ത് ദൈവനീതിയുടെ മുമ്പിൽ പലർക്കും സംശയമുള്ളതാണ്. ആർക്കാണ് മറുവില കൊടുത്തു? ദൈവത്തിന് കൊടുത്തോ? പിശാചിന് കൊടുത്തോ? നമ്മുടെ കർത്താവിൻ്റെ രക്തം അടുത്ത് പോലും വരാൻ സീറ്റാൻ യോഗ്യതയില്ല. പക്ഷെ ഡിവൈൻ ജസ്റ്റിസിന്റെ മുമ്പിലാണ് തന്റെ രക്തം പ്രാശ്ചിത്വമായി തീരുന്നത്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന് എന്താ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു, ദൈവമായിട്ട് റീകൺസൈലായി, സമാധാനത്തിൽ. ദൈവത്തിന് അവനോട് പിന്നെ യാതൊരു ക്രോധമില്ല. ദൈവം നമ്മയല്ല നോക്കുന്നത്, നാം ആരെ സ്വീകരിച്ച പുത്രനെയാണ് നോക്കുന്നത്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ആ പ്രസാദത്തോടു കൂടി നമ്മെ നോക്കുന്നത്. പിന്നെ അവന് കൈക്കൊള്ളുന്ന എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളത്. എന്തിന് ടൈം കൗണ്ട് ചെയ്യണം? പലരും ടൈം ഓക്കെ എന്നെ ഈ കാര്യങ്ങൾ ചെയ്ത് തീർത്താൽ. ഇപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ തീർച്ചയായും പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, ഞാൻ കർത്താവിന് വേണ്ടി വേല ചെയ്യാം. രോഗമുള്ള ഈ രോഗത്തെ പ്രയാസങ്ങളൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഞാൻ കർത്താവ് സ്വീകരിക്കാം. അല്ല സാമ്പത്തിക പ്രയാസ കുടുംബ പ്രശ്നങ്ങൾ ഇതൊന്ന് മാറിക്കിട്ടില്ല. അവിടെ നമുക്ക് ലഭിച്ചിരുന്ന ഫ്രീ പ്രൊവിഷൻസിനെ നമ്മുടെ ഹൃദയത്തൊന്ന് താഴ്ത്തുവാൻ വേണ്ടി ദൈവം അങ്ങനെ ആക്കിയിരിക്കുന്നതാണ്. ദൈവമാണ് കൺട്രോളർ. ക്രൈസ്റ്റ് ഇസ് ദ മാസ്റ്റർ കൺട്രോളർ. ഹി ഈസ് ദ ലോർഡ്. അപ്പൊ നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ ഹൃദയത്തെ ഒന്ന് താഴ്ത്തി കർത്താവിനെ അടുപ്പിക്കാൻ വേണ്ടിയാണ്. അവൻ തല്ലിക്കളയാനല്ല, കൊന്നുകളയാനല്ല, നിന്നെ പട്ടിണിയിട്ട് കൊല്ലുവാനല്ല. അപ്പോൾ ഇതെല്ലാം തീർന്നു കഴിഞ്ഞിട്ടേ കർത്താവിൽ വരാം. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ലോർഡ്, നീ എനിക്ക് വേണ്ടി പാപയാഗമായി തീർന്നു. ആ സ്നേഹത്തിന്റെ മുമ്പിൽ തകർന്ന ഹൃദയത്തോടു കൂടി, ഓ ലോർഡ്, വാട്ട്, ഞാൻ എന്താ ഉള്ളത്, നീ എന്നെ എത്രമാത്രം സ്നേഹിപ്പാൻ. ആ ദൂതഗണങ്ങൾ തെറ്റ് ചെയ്തപ്പോൾ അവർക്ക് വേണ്ടി പ്രായശ്ചിത്തം ചെയ്തില്ല. അവന്റെ കീഴിൽ സകല ഗാലക്സികളെ പോലും നീ തകർത്ത് കളഞ്ഞു. ഇത്രമാത്രം ക്രോധമുള്ളവരായി നീ, ഞാൻ ഇത്രമാത്രം തെറ്റ് ചെയ്തു, നീ എന്നോട് ദീർഘക്ഷമ കാണിക്കുന്നല്ലോ, നീ എന്നോട് പൊറുക്കുന്നു, ഞാൻ എന്തുള്ള എത്രമാത്രം വിലമതിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് തകർന്ന ഹൃദയത്തോടുകൂടെ അവൻ അത്രമാത്രം സ്നേഹിക്കുന്നവൻ, അത്രമാത്രം അടുത്തുള്ളവനാ. അങ്ങനെ ദൈവത്തോട് നമ്മൾ നിരപ്പിച്ച് ഇനി അവന് നമ്മോട് യാതൊരു വൈരാഗ്യമില്ല, യാതൊരു കോപമില്ല. പുത്രനോട് എത്രമാത്രം സ്നേഹമുണ്ടോ അത്രയും ഈക്വൽ സ്നേഹം നമ്മളോടുണ്ട്. പലരും ചിന്തിക്കുന്നുണ്ട് ദൈവക്രോപമെന്നോ. പുത്രനെ നൽകി അവനാണ്. പുത്രൻ നൽകി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മേലെ ശിക്ഷയേറ്റെടുക്കാൻ നൽകിയത്. ഞാൻ പറഞ്ഞല്ലോ, ഓരോ വെളിച്ചത്തിനനുസരിച്ചുകൊണ്ടാണ് ശിക്ഷയുടെ അളവ് വർദ്ധിക്കുന്നത്. അപ്പൊ ലൂസിഫർ തെറ്റ് ചെയ്തപ്പോൾ കിട്ടിയ ശിക്ഷ മുഖാന്തരം ആത്മീയ കോളത്തിന് സകലർക്കും മനസ്സിലായി തെറ്റ് ചെയ്ത ശിക്ഷയുണ്ട്. അത് മനസ്സിനെ കേട് കാണിച്ചപ്പോൾ ശിക്ഷ കിട്ടിയപ്പോൾ മനസ്സിലായി ഇത്ര ശിക്ഷയുണ്ട്. കായിൻ ഹാബേലിനെ കൊന്നപ്പോൾ ദൈവം ഇടപെട്ടപ്പോൾ കായിൻ എന്ത് സംഭവിച്ചു? അതിന് മനസ്സിലായി ശപിക്കുമ്പോൾ തലമുറ ശപിക്കപ്പെട്ടായിപ്പോയി. അപ്പൊ ഓരോ വെളിച്ചത്തിനനുസരിച്ചു കൊണ്ടും ന്യായവിധിയുടെ വാളിന്റെ മൂർച്ച കൂടുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെയോ അത്രയും ക്രോധാഗ്നിയാണ് പുത്രന്റെ മേൽ ചൊരിഞ്ഞത്. അത് ഏറ്റെടുക്കാൻ സ്വമേധ തയ്യാറായി. സമൂഹത്തെ ചിന്തിക്കണം. നമ്മൾ പേഴ്സണലായിട്ട് ചിന്തിച്ച് നോക്കുക. എൻ്റെ ഡിസോബീഡിയൻസ്, എൻ്റെ ശാഠ്യ സ്വഭാവങ്ങൾ, ഞാൻ ദൈവനോട് സംസാരിച്ചിട്ട് ഞാൻ അവനോട് ഏൽപ്പിച്ചു കൊടുക്കാത്ത സമയങ്ങൾ, ഞാൻ അവനെ തന്നെ സമയം തീരുമാനിക്കുന്നത്. Just throw yourself to God and see what is his love, what is his care. പിന്നെ പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നത്തിന് മുമ്പിൽ അവൻ ദൈവമായിട്ട്, അവൻ തന്നെ നമ്മുടെ സമാധാന പ്രഭുവായിട്ട്, അവൻ നമ്മുടെ വീണ്ടെടുപ്പാനായി വെളിപ്പെടും. അപ്പോൾ നമുക്ക് ദൈവത്തോട് റീകൺസിലായി. പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകും, പക്ഷെ ദൈവത്തോട് യാതൊരു പ്രശ്നവുമില്ല.
ദൈവത്തിന് നമ്മോട് യാതൊരു പ്രശ്നമില്ല. പുത്രൻ എത്രമാത്രം സ്നേഹിക്കുന്നു, എത്രമാത്രം ഉയർത്തിരിക്കുന്നു, എത്രമാത്രം മാനിക്കുന്നു, അത്രയും തന്നെ ഈക്വലി നമ്മളെ മാനിക്കുന്നു. എന്നിട്ട് നമ്മളെവിടെയാ ഇരുത്തിയിരിക്കുന്നത്? ഞാൻ ആദ്യം മലയാളത്തിൽ വായിക്കാം. എഫെസ്യൻസ് ചാപ്റ്റർ 1 verse 9 to 10 ആണ് വായിക്കുന്നത്. അവനിൽ താൻ മുൻ നിർണയിച്ച തന്റെ പ്രസാദത്തിന് തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം നമ്മോട് അറിയിച്ചു. അത് സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം. ഇതല്ല അടുത്ത വാക്യം. ഒരു സെക്കൻഡ്. എഫെസ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 4 തുടങ്ങിയാണ് വായിക്കേണ്ടത്. ഞാൻ PDF എടുത്തപ്പോൾ സേവ് ആയിട്ടില്ലെന്ന് തോന്നുന്നു. ഓക്കെ. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം. അതിന് മുന്നോട്ടുള്ള വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ വേഴ്സ് 1 തുടങ്ങി വായിക്കുകയാണെങ്കിൽ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ഉയർപ്പിച്ചു എന്ന് പറഞ്ഞാൽ മരിച്ച് ഫിസിക്കലായിട്ട് കല്ലറിൽ അടക്കിയതിനു ശേഷമുള്ള ഒരു ഫിസിക്കൽ ഉയർത്തെഴുന്നേൽപ്പല്ല. അതുപോലെ ഉയർത്തെഴുന്നേൽപ്പ് ലാസറിനെ കിട്ടിയായിരുന്നു, കല്ലറിൽ അടക്കിയില്ലായിരുന്നു. ആ ലാസർ ഉയർത്തെഴുന്നേറ്റ് പോലെ ഒരു ഉയർത്തെഴുന്നേൽപ്പല്ല. അല്ലെങ്കിൽ ഏലിയാവ് കുഞ്ഞിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, എലീശ ഉയർപ്പിച്ചത് പോലെയുള്ള ഉയർത്തെഴുന്നേൽപ്പല്ല. അതുപോലെയുള്ള ഉയർത്തെഴുന്നേൽപ്പുകൾ ഇന്നും നടക്കുന്നുണ്ട്. പുനരുദ്ധാന ശക്തിയോടുകൂടിയുള്ള ഉയർത്തെഴുന്നേൽപ്പ് ശരിക്കും മനസ്സിലാക്കണം. സ്പിരിച്വലായിട്ട്, അതായത് ഡിവൈൻ ലോക്ക് എഗൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന മൂവ്മെന്റില് നമ്മൾ സ്പിരിച്വലായിട്ട് മരിക്കുകയും ഡിവൈൻ ജസ്റ്റിസ് നമ്മുടെ മേൽ നിത്യമായ മരണമെന്ന് ശിക്ഷ വിധിക്കുകയാണ്. എനി മൂവ്മെന്റ്. അതാണ് പെട്ടകത്തെ മേൽ കൃപാസനം. നിങ്ങൾക്ക് അത് മനസ്സിലുണ്ടായിരിക്കുന്ന ഓർക്കുന്നു. ദൈവത്തിന്റെ പെട്ടകം എന്ന് പറയുന്നത് എപ്പോഴും സദാ മനുഷ്യന്റെ മേൽ കുറ്റം ചുമത്ത, നീ മരണയോഗ്യൻ, നീ മരണയോഗ്യൻ, നീ മരണയോഗ്യൻ, നീ മരണയോഗ്യൻ, നീ എന്റെ അടുത്തേക്ക് വരുന്നത് നിന്റെ ശിക്ഷ അളവ് കിട്ടാൻ. നിനക്ക് ദൈവത്തോട് സ്നേഹമില്ല, നീ ഫുള്ളായിട്ട് സ്നേഹിക്കുന്നില്ല, നിന്നെ സെൽഫ് ലവ് ഉണ്ട് എന്നേ പറഞ്ഞുകൊണ്ടിരിക്കുള്ളൂ. പക്ഷെ അതിന്റെ മേളിൽ ആ ശിക്ഷാവിധിയെ കവർ ചെയ്യുന്നതാണ് കൃപാസനം. അത് ക്രിസ്തുവിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിക്രമങ്ങളാൽ പാപങ്ങളാൽ മരിച്ചവരായിരുന്നു നിങ്ങളെ അവൻ ഉയർപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഫിസിക്കലായ ഒരു ഉയർത്തെഴുന്നേൽപ്പല്ല. യേശു ക്രിസ്തു എപ്രകാരം ഉയർത്തെഴുന്നേറ്റു അപ്രകാരം ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് നമ്മളിൽ നടക്കുന്നത്. പക്ഷേ അതിപ്പോൾ റിവീലായിട്ടില്ലെന്ന് മാത്രം. കാഹളനാദം കേൾക്കുമ്പോൾ അത് റിവീലാകും. തെറ്റായി പഠിപ്പിക്കുന്നവർ അനേകരുടെ. പക്ഷെ ദൈവവചനം പഠിപ്പിക്കുന്നതാണ്. അവരോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് എങ്ങനെ ക്രിസ്തുവിനെ നാം ഹൃദയത്തിൽ വാഴ്വ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഭൂമിയിൽ ജീവിച്ചിരുന്ന കുറച്ചു കാലം അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടത്തി തന്റെ ദൈവത്വം വെളിപ്പെടുത്തിയ യേശുവിനെ കുറിച്ചല്ല. വ്യക്തിത്വം ഒന്നാണെങ്കിൽ തന്നെയും ഓഫീസ് ഡിഫറൻ്റ് ആണ്. ഉയർത്തെഴുന്നേറ്റ ശേഷം മഹിമയുടെ വലത്ത് ഭാഗത്തിരുന്ന് പുനരുദ്ധാന ശക്തിയോടുകൂടി ഇരിക്കുന്ന ക്രിസ്തുവിനെയാണ് പറയുന്നത്. അപ്പൊ അവനെ പോലെ ഉയർത്തെഴുന്നേൽപ്പാണ് നമ്മൾ നടക്കുന്നത്. പക്ഷെ അത് റിവീൽ ആകുന്നില്ലെന്നുള്ളൂ. കർട്ടനിട്ട് മറച്ചിരിക്കുന്ന പോലെ മറച്ചിരിക്കുന്നു. പക്ഷേ അങ്ങനെയാണ് നടക്കുന്നത്. അത് നമ്മുടെ പ്രവൃത്തിയിൽ കൂടെ നമുക്കറിയാം. നമ്മുടെ സ്വഭാവങ്ങൾക്ക് വരുന്ന മാറ്റങ്ങൾ കൂടെ നമുക്കറിയാം. സ്തോത്രം. ദൈവവചനമായിട്ടുള്ള സമീപനം, ദൈവമക്കളുമായിട്ടുള്ള നമ്മുടെ സമീപനത്തിൽ കൂടെ നമുക്കറിയാം. സ്തോത്രം. അവയിൽ നിങ്ങൾ മുന്നത്തെ കാലത്തെ കുറിച്ച് പറയാം. അവയിൽ നിങ്ങൾ മുമ്പ് ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിന്റെ അധികാരത്തിനും മനസ്സിലാക്കേണ്ട മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായവരും അനുസരിച്ച് നടന്നത് സൈറ്റാൻ. എന്നിട്ട് പറയും അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്ക് ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ എന്ന് പറഞ്ഞ ദൈവ കോപത്തിന്റെ മക്കളായിരുന്നു. ദ ചിൽഡ്രൻ ഓഫ് റാത്ത്. ആ ക്രോധമാണ് പുത്രന്റെ മേൽ നമുക്ക് പകരമായി ദൈവം ഏൽപ്പിച്ചത്. അവൻ സ്വമേധ ഏറ്റെടുത്തു. ആ ഒരു സ്നേഹത്തിന് വേണം നമ്മൾ അവനോട് അടുക്കാൻ. എന്നിട്ട് പറയുന്ന 4-ാം വാക്യം, കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം. യോഗ്യതയില്ല. ഡിവൈൻ ജസ്റ്റിസ് പറയുന്നത് ശിക്ഷ തന്നെയാണ്. ദൈവം നടത്തിയേ ഒക്കെയുള്ളൂ. പക്ഷേ അവനൊരു പേഴ്സണാലിറ്റി ഉണ്ട്, അവനൊരു സോൾ ഉണ്ട്, അവനൊരു സ്പിരിറ്റ് ഉണ്ട്, അവനൊരു ഫ്രീ വില്ലുണ്ട്. അതിൽ അവന് നമ്മെ സ്നേഹിക്കാം. പക്ഷേ ഡിവൈൻ ജസ്റ്റിസിന് സാറ്റിസ്ഫാക്ഷൻ വരുത്തണം, ശിക്ഷ നടപ്പിലാക്കണം. അല്ലാതെ അവന് സ്നേഹം
വെളിപ്പെടുത്തുവാൻ സാധ്യമല്ല. അതാണ് പറഞ്ഞത്, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരാണ് നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും എന്ന് പറയാണ്, കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ബ്രാക്കറ്റ് ഇംഗ്ലീഷിലാണെങ്കിൽ ബൈ ഗ്രേസ് യേ ആർ സേവ്ഡ്. ഒന്ന് ഓർപ്പിക്കുകയാണ്, മനുഷ്യ വിശ്വാസി, നീ വീണ്ടും ജന്മം പ്രാപിച്ചിരിക്കുന്നത്, ശിക്ഷയിൽ നിന്ന് ഒഴിവായത് നിന്റെ കഴിവ് കൊണ്ടല്ല, നിന്റെ പ്രവർത്തികൾ കൊണ്ടല്ല, കൃപയാലാണ്. അൺമെറിറ്റഡ് ഫേവർ. യു ഡിസർവ് ദ wrath of God only, but because of his mercy you are still alive. ഹല്ലേലൂയ. ഇതിന്റെ ആഴമൊന്നും മനസ്സിലാക്കണം. ഹല്ലേലൂയ. അതിക്രമങ്ങൾ നമ്മൾ മരിക്കുകയാണ്. എപ്പോൾ നമ്മൾ ട്രാൻസ്ഗ്രഷൻ നടന്നോ, എപ്പോൾ നമ്മൾ ട്രെസ്പാസിൽ പോയോ മരിക്കുന്നു, ഡിവൈൻ ജസ്റ്റിസ് അപ്പോൾ ശിക്ഷ വിധിക്കുകയാണ്. പക്ഷെ കരുണാസമ്പന്നനായ ദൈവം ക്രിസ്തുവിനോട് കൂടെയാണ് ജീവിപ്പിക്കുന്നത്. ക്രിസ്തുവിനെ കൂടാതെയല്ല. അവനിൽ മാത്രമേ ജീവനുള്ളൂ. വേറൊരു സൃഷ്ടിയിലും ജീവനില്ല. അവൻ സൃഷ്ടിതാവാണ്. അവൻ ജീവനാണ്, ഉറവിടമാണ്. നമ്മൾ പാടുന്നില്ല, ജീവന്റെ ഉറവിടം ക്രിസ്തു അത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്ക, അവനത്രേ പാപകരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. ഇതിന്റെ അർത്ഥം എന്താ? ഇതൊക്കെ ഒന്ന് പാടുമ്പോൾ ഞാൻ ധ്യാനിച്ചാൽ നമുക്ക് സ്നേഹം വർദ്ധിക്കുകയല്ലോ, വിശ്വാസം വർദ്ധിക്കുകയല്ലോ. വെറും ജൽപ്പനമായിട്ട് പാടുകയാണ് ചെയ്യുന്നത്. സ്തോത്രം. എന്നിട്ട് പറയാണ്, ക്രിസ്തുവേശുവിൻ നമ്മെ കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്തം തന്നെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുവേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. നമ്മളിൽ റിവീൽ ആയിട്ടില്ലെന്നുള്ള, പക്ഷെ നമുക്ക് ഇപ്പോൾ ഒരു റിസ്ട്രക്റ്റഡ് ബോഡി, സോൾ, സ്പിരിറ്റ് ആണ് ഉള്ളത്. പക്ഷെ നമ്മുടെ സോളിനകത്ത് നമ്മുടെ കുറച്ച് ഹ്യൂമൻ നേച്ചേഴ്സ് ഉണ്ട്. നമ്മുടെ ബോഡിക്ക് ഇനി രൂപാന്തരം നടക്കണം. അത് കർത്താവ് വരുമ്പോഴാണ് നടക്കുകയുള്ളൂ. നമ്മുടെ സ്പിരിറ്റിന് രൂപാന്തരം നടന്നു കഴിഞ്ഞു. പക്ഷെ നമ്മുടെ സോള് ഇനി രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. കാരണം എന്താ? അതിൽ നമ്മളിൽ പഴയ മനുഷ്യന്റെ സ്വഭാവങ്ങളുണ്ട്, ആദാമിക് നേച്ചറുണ്ട്. അത് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി തരുന്നതിനനുസരിച്ച് കൊണ്ട്, ലോർഡ് എനിക്കിത് മനസ്സിലായി, എനിക്കിനി കോപം വേണ്ട, എനിക്ക് ദീർഘക്ഷമയില്ല, എനിക്ക് അവിശ്വാസമുണ്ട്, കർത്താവേ അഭക്തിയുണ്ട്, ലോർഡ് എനിക്ക് ഇനി വേണ്ട, പ്ലീസ് പ്ലീസ് ക്ലീൻ മീ. ഇതാ നമ്മുടെ ഡ്യൂട്ടി. ഇതിനെ പറയുന്നതാണ് സാങ്ക്ടിഫിക്കേഷൻ, സെപ്പറേറ്റ് ഫോർ ഗാഡ്. ഹല്ലേലൂയ. അപ്പൊ എവിടെ ഇരുത്തിരിക്കുന്നത്? ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ഇതെന്തിനാണ് പഠിക്കുന്നതെന്ന് അറിയാമോ? നമുക്ക് ഈ ലോകത്തിൽ ഒരു മാന്യന് തുമ്പുകെട്ടൊരിടയിൽ നിന്നാണ് വിളിച്ചിരിക്കുന്നത്. അവന്റെ സ്വഭാവം അതാ, വഞ്ചന, പേടിപ്പിക്കല്. അവൻ പേടിത്തൊടനാ. അവന് വരാൻ പോകുന്ന ശിക്ഷ വ്യക്തമായിട്ട് അറിയാം. ഈ സാധാരണ മനുഷ്യർ തന്നെ ഒത്തിരി അകത്ത് പേടിയുള്ളവര് പുറമേ കാണിക്കില്ല, പുറമേ ജാട കാണിക്കും. ഇൻഫാക്ട് അവർ വളരെ ബലഹീനരാ. ഇൻഫാക്ട് അവർ വളരെ പേടിച്ച് ജീവിക്കുന്നവർ. പക്ഷെ പുറമേ നാവ് കൊണ്ട് സാമർത്ഥ്യം പറഞ്ഞ് കുറച്ച് ജാട കാണിക്കാൻ നോക്കും. അത് ആത്മാൽ വിവേചിക്കുമ്പോൾ അറിയാം. അതേപോലെ അവന്റെ മേലുള്ള ശിക്ഷ വളരെ അടുക്കുന്ന ഒരു ദൈവ പൈതലിന്റെ മേലുള്ള ദൈവത്തിന്റെ കൃപ എത്രമാത്രമാണെന്നും, ഒരു ദൈവ പൈതലിന്റെ പ്രാർത്ഥനയ്ക്ക് എന്ത് വിലയുണ്ടെന്നും, ഇവനൊരു ശിശു, ഇന്നലെ ജനിച്ച ഒരു ശിശുവിനെ പോലും അവനെ ബൈൻഡ് ചെയ്യേണ്ട അധികാരമുണ്ടെന്നും ഒക്കെ അവനറിയാം. പാമ്പുകളി, തെളിളി, ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ നമുക്ക് അധികാരമുണ്ടെന്ന് അവനറിയാം. പക്ഷെ അവൻ ജാട കാണിച്ച് ഈ മനുഷ്യനെ കൊണ്ട് അവനെ ആരാധിപ്പിക്കുക. ഇനി നമുക്ക് കൊളോസ്യലേഖനത്തിൽ ചിന്തിച്ചു നോക്കാം. കൊളോഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 13 തുടങ്ങിയാണ് വായിക്കേണ്ടത്. 12 തുടങ്ങി വായിക്കാം. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടിവിച്ച്, അത് ലേഖനത്തിൽ എങ്ങനെയാ പറഞ്ഞത്? നമ്മുടെ ആകാശത്തിന്റെ അധികാരത്തിനും അനുസരണക്കേടിൽ മക്കൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. ഇവിടെ പറയാണ്, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടിവിച്ച്. എങ്ങനെ വിടിവിച്ച്? പോയി പിടിച്ചുകൊണ്ടാണ് ചെയ്തത്. അതിന് തക്കതായ വില കൊടുത്തു. അറ്റോൺമെന്റ് നടന്നു. ചെറിയ കാര്യമല്ല. വെറുതെ പിടിക്കാൻ സൈറ്റോന് ബാധിക്കില്ല. ഇവിടെ നടക്കുന്നത് ലോയാണ്. ഡിവൈൻ ലോ അനുസരിച്ച് കൊണ്ട് കാര്യങ്ങൾ നടക്കുന്നത്. പാപം ചെയ്തതിന്റെ ശിക്ഷ നടപ്പിലാക്കണം. അത് നടപ്പിലാക്കി. അങ്ങനെയാണ് വിടിവിച്ച് തന്റെ സ്നേഹസ്വരൂപനായി പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും ചെയ്തു. Who have delivered us from the power of darkness and hath translated us into the kingdom of his dear son. നമ്മളെ ആക്കി വെക്കുകയും ചെയ്തു. Already been seated.
നമ്മളെ അവസ്ഥ അങ്ങനെയാണ്. ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ ദൈവസന്നിധിയിൽ കടന്നു വന്ന് നമ്മുടെ പാപം എന്താണെന്ന് മനസ്സിലാക്കി ആ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി നമുക്ക് പകരമായിട്ട് പ്രായശ്ചിത്തമായി തീർന്ന പുത്രനെ നമ്മുടെ ഹൃദയത്തിൽ കൈക്കൊണ്ട് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് എനിക്കിനി പാപമായിട്ടുള്ള ജീവിതം വേണ്ട, ഗുഡ് ബൈ, അത് ഹൃദയത്തിൽ അവൻ ഏറ്റുകൊണ്ട് അപ്പോൾ നമ്മൾ നടക്കുന്നതാണ് വീണ്ടും ജനനം. അതിനെ നമ്മൾ ജലത്തെ സാക്ഷീകരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിനാണ് ഈ വാട്ടർ ബാപ്റ്റിസം എന്ന് പറയുന്നത്. ഇതിനോട് എല്ലാവർക്കും തീർപ്പാ. കാരണം അത് നമ്മൾ ചെയ്ത ഉടനെ സേറ്റാൻ നമ്മുടെ മേലുള്ള അവകാശം ഗുഡ് ബൈ. ഇത് നടക്കാത്തോടുകൂടി ഇങ്ങനെ അവിടെ എതിർത്ത് നിൽക്കുന്നത്. ഈ യേശുവിനെ സ്വീകരിക്കാൻ ആർക്കും മടിയുള്ളത്? അല്ല, അവനേക്കാൾ കൂടുതൽ ജ്ഞാനം നമുക്കുണ്ടോ? അവനേക്കാൾ കൂടുതൽ ഹോളിനെസ് നമുക്കുണ്ടോ? അവനേക്കാൾ കൂടുതൽ ഒബീഡിയൻസ് നമുക്കുണ്ടോ? വാട്ട് വി ഹാവ്? വി ആർ ജസ്റ്റ് ഡസ്റ്റ്. നമ്മുടെ മൂക്കിലുള്ള ശ്വാസം അവൻ്റെ ദാനമാ. ഈ ശ്വാസം കൊണ്ടാണ് അവനോട് മത്സരിക്കുന്നത്. നമ്മുടെ ആരോഗ്യം അവൻ്റെ ദാനമാ. നമ്മുടെ സമ്പത്ത് അവൻ്റെ ദാനമാ. ഓക്കെ, നമ്മൾ അധ്വാനിക്കും, പക്ഷെ ആരെ തരുന്നത്? ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ വല്ലതും കൊണ്ടുവന്നിരുന്നോ? All these free provisions. എന്തിനു വേണ്ടിയാ ഫ്രീ പ്രൊവിഷൻസ്? അവനോട് ചേർന്ന് ദൈവത്തോട് നിരക്കുവാൻ വേണ്ടി. ദൈവത്തോട് നിരന്നില്ലെങ്കിൽ ദൈവത്തിന് നമ്മൾ ക്ഷമിക്കുവാൻ സാധ്യമല്ല. ജസ്റ്റിസിന് സാറ്റിസ്ഫാക്ഷൻ വരുത്തിയ അവനെ കൈക്കൊണ്ടല്ലാതെ ദൈവത്തിന് ക്ഷമിക്കുവാൻ സാധ്യമല്ല. ദൈവം എത്ര കരുണാസമ്പന്നായിരുന്നാലും ദൈവ ജസ്റ്റിസിന് സാറ്റിസ്ഫാക്ഷൻ വരുത്താത്തോടത്തോളം നോ വേ. ഇതാണ് സുവിശേഷത്തിന്റെ കാതലായ കാര്യങ്ങൾ. ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് എന്താവശ്യമാണ്? നമ്മെ സ്നേഹിക്കുക. ഇത്രമാത്രം വലിയ പ്രവൃത്തി ചെയ്ത് ഇത്രയും വലിയ ക്രോധാഗ്നി തന്റെ പുത്രന്റെ മേൽ ചൊരിഞ്ഞുകൊണ്ട് നമുക്ക് പകരമായിട്ട് അവന്റെ മേൽ ചൊരിഞ്ഞുകൊണ്ട് നമ്മെ സ്നേഹത്തെ വെളിപ്പെടുത്തി ആ പിതാവിന്റെ സ്നേഹം കുറയുമോ? പീനട്ട് ബട്ടറിന് വേണ്ടിയാണോ കരയേണ്ടത്? ആഹാരത്തിന് വേണ്ടിയാണോ കരയേണ്ടത്? വസ്ത്രത്തിന് വേണ്ടിയാണോ കരയേണ്ടത്? ഹല്ലേലൂയ. നമ്മൾ പാടിയ പാട്ടുണ്ടല്ലോ, പരമസമ്പന്നവൻ. അത് പറഞ്ഞിട്ട് ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സോമനസാൽ നിരുപമ പ്രഭയണിഞ്ഞിരുന്നവൻ പഴന്തുണി ധരിച്ചതും ചെറിയ സംഗതിയോ. ആ പശുത്തൊട്ടിൽ കിടക്കുമ്പോൾ യാഗത്തിനുള്ള മൃഗമാ, പരമയാഗത്തിലുള്ള മൃഗമാണ് ആ ബെത്ലഹേമിലെ പശുത്തൊട്ടിൽ കിടക്കുന്നത്. മറിയുടെ കയ്യിൽ നല്ല വെൽവെറ്റ് തുണിയൊന്നുമില്ല. മറിയുടെ കയ്യിൽ എന്താ ആ സമയം എന്ന് പറയുന്നത് നല്ല ചൂടുള്ള സമയമായിരിക്കണം. ഇന്ന് ക്രിസ്മസ് എന്ന് പറയുന്ന ഡിസംബർ മാസമല്ല. ഇടയന്മാർ വെളിയിലെ ആടുകളെ കാത്തുകൊണ്ടിരിക്കുന്ന സമയമാ. ആ പശുത്തൊട്ടിയുടെ അഴുക്കും ഇതൊക്കെ ഉണ്ടാകും. അവിടെ വലിയൊരു പഴയ തുണി എടുത്ത് പൊതിച്ച് കിടത്തിണ്ടാവും. ഈ സകലത്തെ പരമസുന്ദരമായിട്ട് സൃഷ്ടിച്ചവൻ അവനോട് സദൃശ്യന്മാരാകാനാ സ്നാനപ്പെട്ട. അപ്പൊ ചെറിയൊരു കുറവ് വന്നാൽ അയ്യോ. മറ്റൊരു പാട്ട് പാടുന്നത്, ദൈവസുധൻ പശുശാലയിൽ നരനായി അവതരിച്ചതും വെറും കഥയോ. ഭുവനമൊന്നാകെ ചമച്ചവനൊരു ചെറു ഭവനവും ലഭിച്ചതില്ലെന്നോ. കോടി വരുന്ന ഗാലക്സികളെ, ട്രില്യൻസ് വരുന്ന നക്ഷത്രങ്ങളെ സൃഷ്ടിച്ച് അവയ്ക്ക് നിയമം കൽപ്പിച്ച് അവയ്ക്ക് പേരിട്ട് എല്ലാത്തിനും ഇന്നും പരിപാലിച്ചുകൊണ്ടിരിക്കുന്നവനാണ് യേശു ക്രിസ്തു. അവൻ പിറന്നപ്പോൾ അവിടെ മുൻപ് പ്രസവിച്ച അനേക സ്ത്രീകളുടെ റോമൻ ഗവൺമെന്റിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് സെൻസസിന് കടന്നു വന്നതാ. മുൻപ് പ്രസവിച്ച സ്ത്രീകൾ അവിടെ കാണും, കുടുംബമായിട്ടാണ് വരുന്നത്. ഈ ഒരു പെൺകുട്ടി വയറ് നിറഞ്ഞു വന്നിട്ട് പ്രസവവേദനകളോട് വരുമ്പോൾ ഒരു തുണി മറച്ചിട്ടെങ്കിലും അതിന് പ്രസവിക്കാൻ ഇടം കൊടുക്കാൻ ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും, ഒരു പ്രസവിച്ച സ്ത്രീകളുടെ ഹൃദയത്തിലും പോലും തോന്നിയില്ല. വഴിയിൽ അങ്ങനെ പ്രസവിച്ചിട്ടുണ്ടാവും. വഴിയമ്പലത്തിൽ സ്ഥലമില്ലായതുകൊണ്ട് പശുത്തുണ്ടി കിടത്തിയത് എഴുതിയിരിക്കുന്നത്. യെശയ്യാവ് കാണുമ്പോൾ ദൂത സറാഫീസ്, 6 ചിറകുള്ള സറാഫീസ് ഇത്രയും പരിശുദ്ധന്റെ മുഖത്തേക്ക് നോക്കാൻ ഞങ്ങൾ യോഗ്യരല്ലെന്ന് പറഞ്ഞ് 2 ചിറകുകൊണ്ട് മുഖം മറച്ച്, ഇത്രയും പരിശുദ്ധന്റെ മുമ്പിൽ ഇപ്പൊ ഞങ്ങൾ യോഗ്യരല്ലെന്ന് പറഞ്ഞുകൊണ്ട് 2 കൊണ്ട് പാദം മറച്ച്
2 ചിറക് കൊണ്ട് പറന്ന് സൈന്യങ്ങളെ യഹോവ പരിശുദ്ധൻ 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 എന്ന് സദാ ഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് മാറിയുടെ ഉദരത്തിൽ ഒരു ക്രോമസോമായിട്ട് വെളിപ്പെട്ടത്. ആർക്ക് വേണ്ടിയാ? ഈ ശബ്ദം കേട്ട് നിങ്ങൾക്ക് വേണ്ടി. അവൻ്റെ മുമ്പിലാണോ ശാഠ്യം പിടിക്കാനുള്ളത്? അവൻ്റെ മുമ്പിലാണോ അവൻ എനിക്കൊന്നും തന്നില്ല, വിശ്വസിച്ചിട്ട് എന്ത് ഗുണമുണ്ടായി എന്ന് ചോദിക്കാനുള്ളത്? ലോർഡ്, ഡസ്റ്റ്, നിന്റെ കൃപയിൽ ഞാൻ വെറും ഡസ്റ്റ് മാത്രം, വെറും ഡസ്റ്റ് മാത്രം. ലോർഡ്, ടേക്ക് മീ ഇൻ യുവർ ഹാൻഡ് എന്നുള്ള സമർപ്പണത്തോട് നമുക്കായിരിക്കാം. അങ്ങനെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ എവിടെയാണ് വെച്ചിരിക്കുന്നത്? ബുദ്ധിമുട്ട് പ്രയാസങ്ങളുണ്ടോ? പക്ഷേ സ്പിരിച്വൽ ലോകത്ത് നമ്മൾ രാജാതിരാജാവിനോട് കൂടെ രാജാക്കന്മാരാ. ദുഷ്ടാത്മസേന കണ്ട് വിറയ്ക്കും. ഭൂമി ഞങ്ങൾക്ക് കഷ്ടതയുണ്ട്, നമുക്ക് കഷ്ടതയുണ്ട്, രോഗമുണ്ട്, പ്രയാസമുണ്ട്. പക്ഷേ നാം ക്രിസ്തുവിനോട് കൂടെ സ്വർഗത്തിൽ എത്തപ്പെട്ടിരിക്കുന്നവരാ. ഈ പ്രത്യാശ മാറാതെ വണ്ണം ഈ പ്രത്യാശ സമൃദ്ധിയുള്ളവരായി തീരട്ടെ, ഈ പ്രത്യാശ സമൃദ്ധിയുള്ളവരായി തീരട്ടെ. എന്നിട്ട് ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന സന്തോഷ സമാധാനം വർദ്ധിക്കട്ടെ. പ്രാർത്ഥനയോടുകൂടെ പ്രാർത്ഥിക്കാൻ. പരിശുദ്ധ നെറ്റിലും ആദ്യമേ സ്വർഗീയ പിതാവേ, നിൻ്റെ കൃപ ക്രൂശി ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയല്ലോ. ഈ ശബ്ദം കേൾക്കുന്ന ജനത്തോട് നീ മനസ്സലിയുന്ന നിന്റെ വിശ്വസ്തതയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ഇപ്പോൾ ലൈവായി കേൾക്കുന്നവരോടും ഇനി കർത്താവ് യൂട്യൂബിൽ കേൾക്കുവാൻ നീ കൂട്ടിവരുത്തുന്നവരോടും നിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ജനം പ്രാപിക്കത്തക്ക വേണം കർത്താവ്. അവിടെ ഹൃദയങ്ങളിൽ കർത്താവ് ഇടപെട്ട് നിന്നോട് പിതാവിനോട് നിരപ്പിക്കത്തക്ക ക്രൂശ് നിവർത്തിച്ച ആ പ്രാശ്ചിത്തം നിരപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിൻ്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ വീര്യപ്രവർത്തികൾ നീ ചെയ്തെടുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. താങ്ക് യു.